നിർവചിച്ചുറപ്പിച്ച് അളന്ന് കുറിച്ച് തന്നെ ചെയ്തതാ. ഓർക്കുമ്പോ വേദനയുണ്ട്, പക്ഷേ കുറ്റബോധമില്ല. കണ്ണടച്ച് തുറക്കും മുമ്പേ ഞങ്ങളുടെ ജീവിതം തകർത്ത് കളഞ്ഞതാരാണ്? 29 കൊല്ലത്തെ എൻ്റെ അധ്വാനം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയതാരാണ്? എൻ്റെ ഭാര്യയുടെ മാനം, ആണ് എന്ന എൻ്റെ അഭിമാനം എല്ലാം നഷ്ടപ്പെടുത്തിയതാരാണ്? ശരിയാണ്, ഒരു തെറ്റും ചെയ്യാത്ത 7 പേരെ ഞങ്ങൾ കൊന്നു. പക്ഷെ അതിനു മുൻപ് ഒരു കിളിക്കുഞ്ഞിനെ പോലും കൊന്നിട്ടില്ല ഞങ്ങളാരും. ഇടയ്ക്കിടെ ആ 4 കുഞ്ഞുങ്ങളുടെ മുഖം എൻ്റെ മനസ്സിൽ തെളിയും. അപ്പോ നെഞ്ചിൽ ആഞ്ഞടിച്ച് ഞാൻ എന്നോട് തന്നെ പറയും, കാടിന്റെ നിയമമാണ് സത്യം. വിശക്കുമ്പോ നായാടി കൊല്ലുന്നത് പാപമല്ല, പാപമല്ല, പാപമല്ല. ബാങ്കിലൊന്നുമില്ല. ഈ വീടും പുറത്തു കിടക്കുന്ന കാറും ഉണ്ട്. അത് ഞാൻ സുഭാഷിന് എഴുതി വെച്ചു. ഓക്കെ, ഞാൻ റെഡിയാണ്. എങ്ങനെയാണ് എൻ്റെ മരണം? No! John, no! ശബ്ദിക്കരുത്. നീ വെറും സാക്ഷിയാണ്. കാർവാറിലേക്കുള്ള തീവണ്ടി യാത്രയിൽ ആത്മാവ് നഷ്ടപ്പെട്ട നിന്നെ കണ്ട നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു. പണം വാങ്ങി നീ ഒളിപ്പിച്ച സത്യം, അതിന്റെ വിലയാണ് അനന്തരാമൻ. ഇപ്പൊ നീ കാണുന്ന എന്റെ ജീവിതം. തെറ്റുപറ്റി. അന്നത്തെ എന്റെ സാഹചര്യത്തിൽ എനിക്ക് വേറെ വഴികളില്ലായിരുന്നു. 7 പേരെ കാരുണ്യമില്ലാതെ കൊല്ലാൻ തീരുമാനിക്കുമ്പോ ഇവർക്കും മറ്റു വഴികളില്ലായിരുന്നു, അല്ലേ? നാളെ ഒരു മാധ്യമ പ്രവർത്തകനും ഇങ്ങനൊരു അനുഭവം ഉണ്ടാവരുത് എന്ന് ലോകത്തോട് പറയാൻ ഇതും കൂടെ കാണണം നീ. ജോൺ, ദയവീത് ഇയാളെ കൊല്ലരുത്. എന്ന് നിങ്ങളുടെ കാല് പിടിക്കും. പെയ്ഡ് ന്യൂസ് ഈസ് പെയ്ഡ് മർഡർ. കൊലപാതകത്തോളം വലിയ പാപമാണ് നീ ചെയ്തത്. കൺമുന്നിൽ കാണാൻ പോകുന്ന ഇവന്റെ മരണം, ജോൺ ഡേവിഡ് എന്ന എന്റെ ജീവിതം, നാളെ നിന്നെ അത് ബോധ്യപ്പെടുത്തും. ഡു ഇറ്റ്.
You are finished. Mr. John David, you are finished. കുരുവിള മാത്യുവായി തൻ്റെ കുമ്പസാരവും മരണവും റെക്കോർഡ് ചെയ്ത് അത് തത്സമയം ഫേസ്ബുക്കിലൂടെ ലോകത്തെ കാട്ടി. ലോകം മുഴുവൻ ആ വീഡിയോ കണ്ട് നടുങ്ങി. ജോൺ ഡേവിഡും അനന്തരാമനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ജോണിനെ 5 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. അനന്തരാമൻ ക്രൂരമായ മാധ്യമ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെട്ടു. ഈ പുസ്തകം എഴുതി ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിച്ചത് എൻ്റെ ഭാര്യയും മക്കളെയുമാണ്. അവസാനത്തെ പേജും വായിച്ചു കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചു, ആരാണ് ഈ കഥയിലെ വില്ലൻ? അവർ പറഞ്ഞു, അറിയില്ല. പക്ഷെ എനിക്കറിയാം, ഞാനാണ് അനന്തരാമൻ എന്ന പത്രപ്രവർത്തകൻ. ഇഫ് യു ആർ മിസറബിൾ, edgy and tired, you are in the perfect mood for journalism. മുമ്പെങ്ങോ ഒരു ജേർണലിസം ക്ലാസ്സിൽ മുഴങ്ങിയ വാരൻ എല്ലിസിന്റെ ആ വാക്കുകൾ മറന്ന ഞാനാണ് ഈ കഥയിലെ പ്രതിനായകൻ. ഇവിടുന്ന് കയറാമെന്നല്ലേ പറഞ്ഞത്? Sir, I have a complaint. Sir, I have a genuine complaint. तुमको बोल दिया ना. Sir, please. പാൻട്രി ചെന്ന് കാശ് കൊടുത്ത് സമോസ ചോദിച്ചപ്പോൾ ഈ പേപ്പർ പ്ലേറ്റ് എടുത്ത് ഇങ്ങനെ ഒറ്റ ഏറാ. സർ, ആഹാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രണയലേഖനമാണ്. മനുഷ്യന് അതിനോടൊരു ആദരവ് ഉണ്ടാവണം. നിങ്ങളൊക്കെ ആദ്യം പഠിക്കേണ്ടത് അതാണ്. നിങ്ങളല്ല, ഇന്ത്യൻ റെയിൽവേ. സമോസ ചോദിച്ച My God. ചൂട് സമോസ പിടിച്ചേ. ഞാൻ അടുക്കള വഴി കയറി. എവിടെ നിന്റെ ബുക്ക്? My God. Paid news is paid murder. Memoirs of a broken journalist. സാറേ, ഇത്തവണ ഏഷ്യൻ ലിറ്റററി അവാർഡിന് ശുപാർശ ചെയ്യപ്പെട്ട എഴുത്തുകാരനാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം നാട്ടുകാരൻ, എൻ്റെ സഹോദരൻ അനന്തരാമൻ. ഇത് അനന്തരാമൻ്റെ ഭാര്യ രേവതി. ടിക്കറ്റ്. ഗുവാഹട്ടി.
ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? തീവണ്ടിന്ന് ചാടി മരിക്കുക തന്നെ. അത് വേണോ? സ്വാമി പറഞ്ഞല്ലേ. കോട്ടൂർ നടരാജൻ മുതലാളിയല്ല, പാപ്പരായി. സാധന ഇതാ ഇത്ര അടുത്ത് വരെത്തും, പക്ഷെ കൈ കിട്ടില്ല. ചന്ദ്രഗിരി, വളപട്ടണം, ഗുണ്ടൽപേട്ട്, ലുധിയാന, ജലന്ധർ, ഇനി പോകാൻ സ്ഥലമില്ല. കണ്ടകശനിയായിരുന്നു, ഇപ്പൊ അത് കുറേശ്ശെ മാറി വരുന്നുണ്ട്. പിന്നെ ഗോഹട്ടി വരെ പോയാൽ മതി, ഈ സംഗതി നടക്കും. സ്വാമി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമുട്ടാണ്. അതെന്താ? ഞാനും അങ്ങോട്ട് തന്നെ. ആസാമിൽ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തിരുന്ന് നോക്കിയാൽ ബ്രഹ്മപുത്ര കാണാം. ഓർമ്മകളുടെ കുത്തൊഴുക്ക് പോലെ കലങ്ങി മറിഞ്ഞ്. സത്യത്തിൽ ജീവിതം ഒരു നേരം പോക്കാണ് ആനന്ദ. അതിൽ ഓർമ്മ